ഞാൻ എന്റെ പിതാവിനെ അറിയുകയും എന്റെ പിതാവ് എന്നെ അറിയുകയും ചെയ്തതുപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ എനിക്കുള്ളവ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവവേദനെ, നീ ദൈവത്തിനുള്ള ഇട ആടാണെങ്കിൽ നിന്നെ അറിയുന്ന ഒരു നല്ല ഇടയെ നിനക്ക് വേണ്ടി ഉണ്ടാകും. ലോകം നിന്നെ അറിഞ്ഞെന്ന് വരികയില്ല, ലോകം നിന്നെ മനസ്സിലാക്കിയെന്ന് വരികയില്ല, ലോകം നിന്നെ അവൻ അംഗീകരിച്ചെന്ന് വരികയില്ല. ലോകത്തിന് മുമ്പിൽ ഒരിടയിലില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് നീങ്ങപ്പെട്ടെന്ന് നിൽക്കാം. എന്നാൽ വചനം പറയുക, ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു, ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു. നിന്റെ സാഹചര്യം ഏതുമാകട്ടെ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുമാകട്ടെ, നീ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം എന്തുമാകട്ടെ, നിന്റെ ഉടയവൻ അറിയാതല്ല നീ ഇന്ന് ഈ പോകുന്ന അവസ്ഥകൾ, നിന്റെ ഉടയവൻ അറിയാതല്ല ഇന്ന് നീ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നത്. മനസ്സിലാക്കുക, എന്നേക്കാൾ മുന്നമേ എന്നെ അറിയുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്നേക്കാൾ മുന്നമേ എന്റെ ആവശ്യം അറിയുന്ന ഒരു ഇടയന്റെ മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്നേക്കാൾ മുന്നമേ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി വന്യമൃഗങ്ങളെ വേലി കെട്ടി മാറ്റി നിർത്തി എന്നെ സൂക്ഷിക്കുന്ന ഒരു ഇടയന്റെ മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത്. ആ ഇടയൻ പറയാൻ, ഞാൻ എന്റെ ജീവനെ നിനക്ക് തരുന്നു, ഞാൻ എന്റെ ജീവനെ തന്ന് നിന്നെ വീണ്ടെടുക്കുന്നു എങ്കിൽ ഈ ഇടയന്റെ കയ്യിൽ നിന്ന് ഒരു മോഷ്ടാവിനും ഒരാടിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമൈതനെ, നിന്നെ തകർത്ത് കളയുവാൻ പിശാചാണവൻ, അവൻ കള്ളയിടയൻ, അവൻ അല്ലെങ്കിൽ അവൻ വന്യമൃഗമാകുന്ന ശക്തി നിന്റെ പിന്നാലെ കടന്നു വരുമ്പോ ഈ ഇടയൻ അറിയാം അവൻ ഏത് രീതിയിലുള്ള വേലിയാണ് നിനക്ക് വേണ്ടി കെട്ടേണ്ടതെന്ന്. ഹല്ലേലൂയ. നിന്നെ സംരക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയെ. കാരണം എന്താണെന്നറിയോ? നീ ദൈവത്തിലുള്ള. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ദൈവത്തിന്റെ കരത്തെ പിടിച്ചിട്ട് പറ, you are belongs to the Lord. നീ അവൻ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് പറയുക. You are the property of God. നീ ദൈവത്തിന്റെ സമ്പത്താണെന്ന് പറ, നീ ദൈവത്തിന്റെ സ്വത്താണെന്ന് പറ, നീ ദൈവത്തിന്റേതായ കുത്തകയാണെന്ന് പറ. You are the monopoly of God. You are the property of God. You are the asset of God. You are belongs to God because this shepherd died for on the Calvary for your sin. നിന്റെ പാപത്തിന് വേണ്ടി ഈ കാൽവറിയിൽ മരിച്ച ഒരു നല്ലയുടെ നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ എന്റെ പിതാവിനെ അറിയുകയും എന്റെ പിതാവ് എന്നെ അറിയുന്നു. എങ്ങനെയെങ്കിൽ ആമേൻ ക്രൂശിൽ ആമേൻ യേശു ഇങ്ങനെ വിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതല്ലേ എന്ന് നിലവിളിക്കുമ്പോൾ ആമേൻ പുത്രന് തോന്നി, എന്റെ ദൈവം എന്നെ കൈവിട്ടു, എന്റെ പിതാവ് എന്നെ കൈവിട്ടു എന്ന് ആർക്ക് തോന്നി? പുത്രന് തോന്നി. പക്ഷേ പിതാവിനറിയാം, കുഞ്ഞെ, ഞാൻ നിന്നെ കൈവിടുകയായിരുന്നില്ല, ഞാൻ നിന്നെ കൈവിടുകയായിരുന്നില്ല. എന്റെ മുഖം മാറ്റി, എന്റെ മുഖം മറച്ചു വെച്ചപ്പോ നീ വിചാരിച്ചോ ഞാൻ നിന്നെ കൈവിടുകയാണെന്ന്? ഇല്ല, ഞാൻ നിന്നെ കൈവിടുകയായിരുന്നില്ല. നിന്നിൽ കൂടി ഒരു ജനതയെ ഉളവാക്കുവാൻ, ഞാൻ പ്രസവിച്ചതായ ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ നിന്നിൽ കൂടിയേ കഴിയുകയുള്ളൂ. നീ അതിന് കഷ്ടം അനുഭവിച്ചേ മതിയാകുകയുള്ളൂ, നീ ക്രൂശ് മരിച്ചേ മതിയാകുകയുള്ളൂ, നീ സങ്കടം സഹിച്ചേ മതിയാകുകയുള്ളൂ, നീ വേദനപ്പെട്ടാലേ മതിയാകുകയുള്ളൂ. കാരണം കോടാനുകോടി പരിശുദ്ധന്മാരെ എന്റെ സമ്പത്തായി എനിക്ക് ശേഖരിക്കേണ്ടതില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമൈതനെ, ദൈവത്തിന് പരിശുദ്ധാത്മാവിന് നിന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. because you are belongs to God. കാരണം എന്താ? നീ ദൈവത്തിന്റെ സ്വന്തത്താ. You are the property of God. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഒരു ശത്രുവിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. Amen. Hallelujah. Without the knowledge of this shepherd, none of them can come close to you. How many of you believe that? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ഇടയന്റെ അറിവില്ലാതെ ഒരു മൃഗത്തിനും എന്നെ അരികെ വരാൻ പറ്റത്തില്ല. കാരണം എന്റെ ഇടയൻ എന്നോട് കാവൽക്കാരനാ. ആമേൻ. എന്റെ ഇടയൻ ഉറങ്ങാത്തവനാ, എന്റെ ഇടയൻ മയങ്ങാത്തവനാ. അവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകനായ യഹോവ എന്റെ ഇടയനാ. അവൻ ഉറങ്ങത്തില്ല, അവൻ മയങ്ങത്തില്ല, അവൻ എന്റെ കാവൽക്കാരനാ. അവന്റെ കയ്യിൽ നിന്നും ആർക്കും എന്നെ പിടിച്ചുകൊണ്ട് പോകുവാൻ കഴിയത്തില്ല. കാരണം ഞാൻ അവന്റെ സമ്പത്ത്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നത് എത്ര ദൈവമൈതലുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതാണ് വചനം പറയുന്നത്. ആമേൻ. എന്നെ ആമേൻ അറിയുകയും ഞാൻ അവരെ അറിയുകയും ചെയ്യുന്നു. ആമേൻ. വചനം ഉറപ്പിക്കാൻ, ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. How many of you know about your shepherd?
നിങ്ങളുടെ ആ ഇടയനെ അറിയാവുന്ന എത്ര പേരുണ്ട് ഇത് പകരം? How many of you know about your master? Amen. Hallelujah. Certain extent we may feel that I am left alone. Nobody is there to take care of me. I am nowhere. Lord, why are you forsaking me? Lord, why are you forsaking me? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതല്ല. That is the cry, the tears which is coming out from my child of God. At a certain extent you may go through that valley. You may go through that valley. നീ ആ താഴ്വരയിൽ കൂടി യാത്ര ചെയ്യേണ്ടി വരും. But the Spirit of God is telling you today that without that shepherd knowledge, nothing will come close to you. മരണത്തിൻ കൂരിൽ താഴ്വരയിൽ കൂടി കടന്നു പോയാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. Sometimes we need a comfort. Sometimes we need a comfortness. ചില നേരങ്ങളിൽ നമുക്ക് ആശ്വാസം ആവശ്യമാണ്. ആശ്വാസം ആവശ്യമുള്ളപ്പോൾ ആശ്വാസം തരാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വചനം പറയുന്നതിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വടി എന്തിനാണെന്ന് അറിയാമോ? അവൻ വഴിയെ പോകാതെ വരുമ്പോൾ ചെറിയ കൊട്ട് തന്ന് തല്ലി, ചെറിയ മുട്ട് തന്ന് നിന്നെ നേരെ വഴിയെ നടത്താനാണ് വടി. കോൽ എന്തിനാണെന്നറിയാമോ? നിനക്ക് വിശപ്പുള്ളപ്പോൾ അവൻ വൃക്ഷങ്ങളുടെ കമ്പുകൾ, ശിഖരങ്ങൾ അവൻ വളച്ചൊടിച്ച് നിനക്ക് നൽകി തന്ന നിനക്ക് ആഹാരം തരുവാൻ. അങ്ങനെയാണെങ്കിൽ ഈ വടിയിൽ കോലും നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറയുമ്പോൾ നിനക്ക് ആവശ്യമായ ആഹാരം എന്തെന്ന് അവൻ അറിയുന്നുണ്ട്. ആമേൻ. അപ്പോൾ തന്നെ നീ ഏതെങ്കിലും ഒരു ചുവട് പിഴച്ച് ഇങ്ങോട്ടെങ്കിലും ഒന്ന് കാലിടറിപ്പോയാൽ ഒരു ചെറിയ വടി തന്ന്, ഒരു തട്ട് തന്ന് നിന്നെ ചുവ നടത്തുവാൻ ഈ ഇടയന്റെ കയ്യിൽ വടിയുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവജനമേ, ഈ വടിയിൽ കോലും നിന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് നീ പറയുമ്പോൾ ആമേൻ, ഇതിന്റെ വേദന ഒരു പക്ഷേ നീ അഭിമുഖീകരിക്കേണ്ടി വരും. But I am telling you one thing, you will be comfortable the end time. അതിന്റെ അവസാനത്തിൽ നീ സുരക്ഷിതനായിരിക്കും. You will have the peace of mind. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാകും. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകും. കാരണം എന്താ? എന്റെ ഇടയൻ അറിയാതല്ല എനിക്കിത് സംഭവിച്ചിരിക്കുന്നത്. എന്റെ ഇടയൻ അറിയാതല്ല എന്റെ കാലുകൾ ഇടറുമ്പോൾ എനിക്ക് തല്ല് കിട്ടിയത്. എന്റെ ഇടയൻ എനിക്ക് വിശപ്പ് എന്താണെന്ന് അറിഞ്ഞ് എനിക്ക് ആവശ്യമുള്ള ആഹാരം തരുവാൻ എന്റെ ഇടയന്റെ കയ്യിൽ കോലുണ്ട്. ഇന്ന് പകൽക്കാലം നീ അത് വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ വിശക്കുകയില്ല, നീ പട്ടിണി കിടക്കുകയില്ല. നിനക്ക് ആത്മീയ ആഹാരം തന്ന്, നിനക്ക് ആത്മീയമായ ആവശ്യങ്ങൾ നൽകി തന്ന്, നിന്നെ അത്ഭുതകരമായി ഈ വന്യമൃഗങ്ങളുടെ നടുവിൽ നടത്തുവാൻ കഴിവുള്ള ഒരു ഇടയന് അവൻ കൈക്കീഴിലാണ് നീ ആയിരിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് ആർക്കും നിന്നെ പിടിച്ചുകൊണ്ട് പോകുവാൻ കഴിയത്തില്ല. ആ ഇടയന്റെ കയ്യിൽ നിന്നും ആർക്കും നിന്നെ മോഷ്ടിച്ചു കൊണ്ട് പോകുവാൻ കഴിയത്തില്ല. കാരണം അവൻ ഉറങ്ങാതെ മയങ്ങാതെ നിനക്ക് വേണ്ടി രാവും പകലും കാവലിരിക്കുന്നവനാ. അവന്റെ കയ്യിൽ നിന്ന് ആർക്കും നിന്നെ പിടിച്ചുകൊണ്ട് പോകുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, without my God's knowledge nothing will happen in my life. Amen. Are you happy to hear about that? You may go through the valleys, you may go through the tears, you may go through the problems, you may go through the financial crisis, you may go through the physical problems, but let me tell you one thing, your master, your shepherd knows what is the situation which you are going through right now. Amen. He is there to comfort you. He is there to help you to go in such a way which nothing can come in your life as harmful in your life. ഇത് പകൽ ഏറ്റെടുക്കുവാൻ ദൈവമക്കൾക്കിടയായി തീരട്ടെ. ദൈവത്തിൽ മുമ്പോട്ട് പോകണം. വചനത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. വിശുദ്ധ വചനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു, ഞാൻ ആരാകുന്നു? ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് യേശു പറയുമ്പോൾ യേശു ഒരു ഇടയനായിട്ടാണ് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, he is there to give his life. തന്റെ ജീവനെ കൊടുത്താണെങ്കിലും
തന്റെ ആടിനെ സൂക്ഷിക്കുവാൻ ഈടയൻ തയ്യാറാണ്. So we have to realize what a priority what you have in Christ. ക്രിസ്തുവിൽ എനിക്ക് നിനക്കുള്ളതായ പ്രയോറിറ്റി, പ്രാധാന്യം എന്താണ്? നിന്റെ ജീവനെ നീ കൊടുക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ, ആമേൻ, നിനക്ക് വേണ്ടി തന്റെ ജീവനെ തരാൻ തയ്യാറുള്ള ഒരു ഇടയനാണുള്ളത്. Amen. We are not ready to give certain things. Some extent we won't be able to give at all. We will hold it, we will keep it, we will save it, keep it for generations. But let me tell you, my brothers and sisters, ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജീവനെ തരാൻ തയ്യാറുള്ള ഒരിടയൻ. Amen. Amen. How many of you are ready to give your life for Christ? I'm not asking your money. I'm not asking your wealth or anything, bank deposit. I'm asking your life. How many of you are ready to give your life to the Lord? നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുവാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാണ്? Pastor, I am ready to give my tithe. Pastor, I am ready to give the will offering. Pastor, I am ready to give the offering. But God doesn't need that. God wants you. ദൈവത്തിന് നിങ്ങളുടെ ദശാംശമോ സ്തോത്രകാഴ്ചയൊന്നും അല്ല വേണ്ടത്, ദൈവത്തിന് നിങ്ങളെയാ വേണ്ടത്. Amen.